പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് വന്നിട്ടുള്ളത് LDC മെയിൻ ലിസ്റ്റിൽ 10,000 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 15,000 പേരാണ്. ഇപ്രാവശ്യം ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ 15,333 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം 10,000-ലും താഴെയാണ്, വെറും 9,900 പേരുടെ പേര് മാത്രമാണ് ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര പേരുടെ കുറവ്? ഏകദേശം 16,000 പേരുടെ കുറവാണ് ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഓരോ ജില്ലകളുടെയും നോക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ പറയുന്നുണ്ട് LDC അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ ലിസ്റ്റുകൾ ഉടനെ വരും എന്ന് തന്നെ പറയുന്നുണ്ട്. അത് വിടാം, നമുക്കത് ഇപ്രാവശ്യം പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ LDCയിൽ ഉടൻ വരും എന്ന് പറയുന്നതല്ലാതെ എല്ലാം വളരെ ആമയഞ്ചൻ പ്രോസസ്സാണ് ഇപ്പോഴത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓരോ ജില്ലകളുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റും ഇപ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് 1,150 കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 1,736 കേട്ടോ. കൊല്ലത്താണെങ്കിൽ അത് 680 ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 978 പേരാണ്. പത്തനംതിട്ടയാണെങ്കിൽ അത് 375 പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 682 പേരായിരുന്നു. അതേസമയം ആലപ്പുഴയാണെങ്കിൽ ഇപ്രാവശ്യം 500 പേര് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം 809 പേരാണ്. കോട്ടയത്താണെങ്കിൽ ഇപ്രാവശ്യം 700 പേര്, കഴിഞ്ഞ പ്രാവശ്യം 794 പേര്. ഇടുക്കിയിലാണെങ്കിൽ ഇപ്രാവശ്യം 500 പേര്, കഴിഞ്ഞ പ്രാവശ്യം 703 പേര്. എറണാകുളത്താണെങ്കിൽ ഇപ്രാവശ്യം 950 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,711 പേര്. തൃശ്ശൂരാണെങ്കിൽ ഇപ്രാവശ്യം 1,075 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,534 പേര്. പാലക്കാടാണെങ്കിൽ ഇപ്രാവശ്യം 875 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,214 പേരാണ്. മലപ്പുറത്താണെങ്കിൽ ഇപ്രാവശ്യം 825 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,489 പേര്. കോട്ടയത്താണെങ്കിൽ ഇപ്രാവശ്യം 800 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,245 പേര്. വയനാടാണെങ്കിൽ ഇപ്രാവശ്യം 300 പേര്, കഴിഞ്ഞ പ്രാവശ്യം 481 പേര്. കണ്ണൂരാണെങ്കിൽ ഇപ്രാവശ്യം 775 പേര്, കഴിഞ്ഞ പ്രാവശ്യം 1,136 പേര്. കാസർഗോഡാണെങ്കിൽ ഇപ്രാവശ്യം 425 പേര്, കഴിഞ്ഞ പ്രാവശ്യം 596 പേര്. ആകെ മൊത്തം ഇപ്രാവശ്യം വരാനായിട്ട് പോകുന്നത് 9,900 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. മെയിൻ ലിസ്റ്റ് ഇപ്രാവശ്യം വരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് 15,333 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ ലിസ്റ്റുകളിൽ ആൾ കുറവൊന്നും അതിനകത്ത് പറയുന്നുണ്ട്. LDC ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ ലിസ്റ്റുകളിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കുറവ് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻ LDC മെയിൻ ലിസ്റ്റിലെ 14 ജില്ലകളുമായിട്ട് കണ്ടല്ലോ കഴിഞ്ഞ ആ ഒരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 14 ജില്ലകളിലും ഇപ്പോൾ ആളെ കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. പിന്നെ വരാൻ പോകുന്നത് 37 തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം ഉടൻ വരുന്നു എന്ന് പറയുന്നുണ്ട്. ICDS സൂപ്പർവൈസർ, അതുപോലെ തന്നെ IRBയുടെ കമാൻഡോയിൽ 199 ഒഴിവുകൾ. അത് മുൻ ലിസ്റ്റിലെ 690 പേരുടെ അതിൽ നിന്ന് ശുപാർശകൾ പോകും എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മുടെ ജനറൽ ജില്ലാതലത്തിലാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് ലാബോറട്ടറി ടെക്നീഷ്യൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്കായിട്ട് 37 തസ്തികകളിൽ PSC വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ഏകദേശം 45 പേരുടെ അല്ലേ, അപ്പോൾ 45ഓളം വരുന്ന PSC വിജ്ഞാപനങ്ങൾ ഇപ്പോൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇന്നലെ വൈകുന്നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പുതിയ വാർത്തകളും നോട്ടിഫിക്കേഷൻസൊക്കെ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.